തൃശൂർ പൂരത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന തൃശൂർ പൂരം പ്രദർശനം സംഘാടന മികവുകൊണ്ടും ജനപ്രാതിനിധ്യം കൊണ്ടും ശ്രദ്ധേയമാകുന്നു. പ്രധാന പൂരം പങ്കാളികളായ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 62ാമത്തെ പ്രദർശനമാണ് ഇത്തവണത്തേത്. പൂരം പോലെ തന്നെ ജനലക്ഷങ്ങളെ ആകർഷിക്കുന്നതാണ് ഓരോ പൂരപ്രദർശനവും. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിലായി വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ നടത്തിവരുന്ന അഖിലേന്ത്യാ കാർഷിക വ്യവസായ വിദ്യാഭ്യാസ പ്രദർശനമാണ് തൃശൂർ പൂരം പ്രദർശനം. സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വദേശി പ്രദർശനമായിരുന്നു ആദ്യം. സ്വാതന്ത്ര്യാനന്തരം നഗരസഭയും പിന്നീട് ദേവസ്വങ്ങളും പൂരം പ്രദർശനം ഏറ്റെടുത്തു. 1964 ദേവസ്വങ്ങളുടെ ആഭിമുഖ്യത്തിൽ ആദ്യ പ്രദർശനം നടന്നത്. പൂരം നടത്തിപ്പിനായി ഇരു ദേവസ്വങ്ങളും 2.5 കോടിയോളം രൂപ വീതം കണ്ടെത്തേണ്ടതുണ്ട്. പൂരത്തിന് വരുന്ന ചിലവിന്റെ നല്ലൊരു ഭാഗവും ഈ പ്രദർശനത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. കോവിഡ് കാലത്ത് പ്രദർശനം ഒഴിവാക്കേണ്ടി വന്നതൊഴിച്ചാൽ ദേവസ്വങ്ങൾ ഏറ്റെടുത്ത ശേഷം തുടർച്ചയായി പൂരം പ്രദർശനം വിജയകരമായി തന്നെ നടത്താൻ കഴിഞ്ഞു. മുൻ വർഷങ്ങളിലേതുപോലെ ഇപ്രാവശ്യവും 180-ൽ പരം സ്റ്റാളുകളും 70-ലധികം പവലിയനുകളുമാണ് പ്രദർശന നഗരിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. ISRO, BSNL, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കേരള പോലീസ്, ജില്ലാ പഞ്ചായത്ത്, എക്സൈസ്, കാർഷിക സർവകലാശാല, വെറ്ററിനറി യൂണിവേഴ്സിറ്റി തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളും നിരവധി സ്വകാര്യ സ്ഥാപനങ്ങളും പവലിയനുകൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളുടെ വിവരാധിഷ്ഠിത സ്റ്റാളുകളും പവലിയനിലുണ്ട്. റോബോട്ടിക്സ് അനിമൽസ് പ്രദർശനവും സൂപ്പർ റിയാലിറ്റി 5D ഡാം തിയേറ്ററും ഇത്തവണത്തെ പ്രത്യേക ആകർഷണങ്ങളാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള നിരവധി വിനോദോപാധികളും ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ദിവസങ്ങളിൽ 40 രൂപയും പൂരത്തിന്റെ 3 ദിവസം 50 രൂപയുമാണ് പ്രവേശന ടിക്കറ്റ് നിരക്ക്. കൂടാതെ പ്രദർശനം കാണാൻ എത്തുന്നവർക്കായി വൈകുന്നേരങ്ങളിൽ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറുന്നുണ്ട്. TCV തൃശൂർ.